സോ പീപ്പിൾസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫിലിമാണ് ഗോഞ്ചം ഹോണ്ടഡ് അസൈലം. ഇത് 2018 കൊറിയ ഇറങ്ങിയ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിമാണ്. ആൻഡ് ഈ സിനിമയിലെ മോസ്റ്റ് ഹോണ്ടഡ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്ച്വൽ മെന്റൽ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആൻഡ് ഹോസ്പിറ്റലിന്റെ പേര് ഗോഞ്ചം ഹോണ്ടഡ് ഹോസ്പിറ്റൽ എന്നാണ്. ആൻഡ് കൊറിയയിലെ തന്നെ ഏറ്റവും ഹോണ്ടഡ് പ്ലേസ് അതാ. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റൂമേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡയറക്ടർ അവിടുത്തെ പേഷ്യൻസിനെ എല്ലാം കൊന്നു കളഞ്ഞിട്ട് അവരെങ്ങോട്ടോ മാഞ്ഞു പോയിരുന്നു. അടുത്ത സീനി കാണിക്കുന്നത് രണ്ട് വ്ളോഗേഴ്സ് ആയിട്ടുള്ള ബോയ്സ് ആ ഹോസ്പിറ്റലിൽ റൂം നമ്പർ 402 തുറക്കാൻ പോകുന്നതാണ്. ആ റൂം നമ്പർ 402 ആ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള റൂമാണ്. ആ റൂം ഇന്നേ വരെ ആരും തുറന്നിട്ടുമില്ല. ആൻഡ് തുറന്നവരാരും ജീവനോട് ഇരിപ്പില്ല. ആ രണ്ട് ബോയ്സ് ആ റൂം തുറക്കാൻ പോയപ്പോൾ ഒരു പിങ് പോങ് ബോളിന്റെ സൗണ്ട് കേൾക്കും. പിന്നെ വ്ളോഗ് അവിടെ എൻഡ് ആവും. ആൻഡ് അവർ രണ്ടുപേരും മിസ്സിംഗ് ആവും. ആ രണ്ട് ബോയ്സിന്റെ മിസ്സിംഗ് കേസ് കൊറിയൻ സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലാവും. ആൻഡ് അത് മുതലാക്കി കൊറിയൻ ഹൊറർ യൂട്യൂബർ ആയിട്ടുള്ള ഹാജോൺ അവിടെ പോയി ലൈവ് സ്ട്രീം നടത്താൻ തീരുമാനിക്കും. ആൻഡ് ഈ ലൈവ് സ്ട്രീമിന് വേണ്ടി ഹാജോണിനെ കൂട്ടാതെ 6 പേര് അടങ്ങുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് 3 പേര് പെണ്ണുങ്ങളാ. ആൻഡ് ഒരു 3 പേര് ഹാജോന്റെ ഓഡിയൻസ്. ആൻഡ് അവിടെ വെച്ച് ഹാജോന്റെ എയിം അവരുടെ അടുത്ത് പറയും. ഹാജോൺ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 1 മില്യൺ വ്യൂസ് ചെല്ലുക. ആൻഡ് അതുകൊണ്ട് അവർക്ക് $500,000 ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര എക്സൈറ്റഡ് ആവും. ആൻഡ് അതിലൊരു പെൺകുട്ടിയുടെ പേരായിരുന്നു ഷാർലറ്റ് ഒരു കൊറിയൻ അമേരിക്കൻ വുമൺ ആയിരുന്നു. ആൻഡ് അവളോട് വെച്ച് പറയും ഇത് അവളുടെ 4ാമത്തെ ഹോണ്ടഡ് പ്ലേസ് ആണ്. ആൻഡ് ബിഫോർ ആ ഹോണ്ടഡ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് അവർ പോകുന്ന വഴി എല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് അറിയത്തില്ല അവർ എത്രയും വലിയ പ്രശ്നത്തിലോട്ടാണ് ചെന്ന് കയറുന്നതെന്ന്. ഇവരുടെ പ്ലാന് ആ ഹോണ്ടഡ് ഹോസ്പിറ്റലിലെ എല്ലാ റൂമിലും ക്യാമറ വെച്ച് അത് ലൈവ് ബോഡ്കാസ്റ്റ് ചെയ്യാനായിരുന്നു. ആ ഹോസ്പിറ്റലിന്റെ ഏരിയയിലെത്തി. എന്നിട്ട് അവരുടെ ക്യാമ്പ് ഹോസ്പിറ്റലിന്റെ പുറകെ എടുത്ത കാർഡിന്റെ അവിടെ ആയിട്ട് സെറ്റ് ചെയ്തു. ആൻഡ് ഹാജോന്ന് വിശ്വാസമായിട്ടുള്ള അവന്റെ 2 ടീം മെമ്പർ ആ ബിൽഡിങ്ങിന്റെ അകത്ത് പോയി ക്യാമറയും ബാക്കിയുള്ള എക്യുപ്മെന്റ്സും സെറ്റ് ചെയ്തു. അവരുടെ പേര് സങ്വൂൺ എന്നും സിയും വൂക്കുന്നായിരുന്നു. ഈ പേര് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ അവരെ ഹൂണെന്നും വൂക്കെന്നും വിളിക്കാൻ പോകുന്നത്. സോ ഈ ഹൂണും വൂക്കും ഹാജോന്റെ കൂടെ കുറെ നാൾ വർക്ക് ചെയ്ത് ബാക്കിയുള്ള 4 ആൾക്കാരാണ് ഇവന്റെ വ്യൂവേഴ്സ്. അപ്പൊ ഹാജോൺ ആ ക്യാമ്പിൽ ഇരുന്ന് ലൈവ് സ്ട്രീം കൺട്രോൾ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 6 ആൾക്കാരെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിടും. അവരുടെ കയ്യിലെല്ലാം ക്യാമറയും ആൻഡ് ഗോസ്റ്റ് റീഡിംഗ് മെഷീനും കൊടുത്തിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് അവർക്കൊരു സ്ത്രീയുടെ അണ്ടർവെയർ കളഞ്ഞിട്ട് അവരിതിനെ കളിയാക്കും. എന്നിട്ട് അത് മരത്തിൽ കെട്ടിയിടും ആസ് എ സൈനായിട്ട്. ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് ഷാർലറ്റ് വെഞ്ചൻസ്ഫുൾ ആയിട്ടുള്ള സ്പിരിറ്റിന്റെ കയ്യിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ചെറിയ പാത്രത്തിൽ ഹോളി വാട്ടർ ഒഴിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഹോസ്പിറ്റൽ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഡയറക്ടറിന്റെ റൂമിലോട്ട് ആരോ ഒരാൾ കയറി പോകുന്നിടത്ത് ഇവർക്ക് ഫീൽ ചെയ്തു. കാരണം ആ റൂമിലെ ഡോറ് തനിയെ അടഞ്ഞു. പതിയെ എല്ലാവരും പാനിക്കായി തുടങ്ങി. ആൻഡ് അവരെല്ലാവരും ഇവിടെ ഡയറക്ടറിന്റെ റൂമിലോട്ട് കയറി കുറച്ചുകൂടെ ചെക്ക് ചെയ്യാൻ. ആൻഡ് അവിടെ അവർ കുറെ ഫോട്ടോസ് കണ്ടു ഡയറക്ടറിന്റെ അവിടുത്തെ പേഷ്യൻസിന്റെ. ഒരു ഫോട്ടോയിൽ അവിടുത്തെ ഡയറക്ടർ പിങ് പോങ് ഗെയിം കളിക്കുന്നതായിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാവും ആദ്യം കണ്ട 2 പിള്ളേർക്ക് എന്തോ പറ്റിയെന്ന്. ആൻഡ് നിങ്ങൾ 2 ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട് നോക്കിക്കോണം. ഒരു ഫോട്ടോയിൽ ഒരു പിങ് പോങ് ടേബിൾ ഉണ്ട്. മറ്റേ ഫോട്ടോയിൽ വളരെ വിയർഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റെ കയ്യിൽ ഒരു ഡോൾ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറിയെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഷാർലറ്റും ഷാർലിന്റെ കൂടെ ജീഹു എന്നും പറഞ്ഞ പെണ്ണും കൂടെ ലാബിലോട്ട് പോകും. അവിടെ അവർക്ക് ഒരു ഡെഡ് ചിക്കനും ഒരു ഡോളും കിട്ടും. ഷാർലറ്റ് ഇത് അവളുടെ 4ാമത്തെ ഹൊറർ സ്പോട്ടാന്ന് പറഞ്ഞ് അവളുടെ പേര് അവിടെ മാർക്ക് ചെയ്യും. അതിന്റെ അടിയിൽ ലെറ്റ്സ് ലീവ് ഹിയർ എന്ന് എഴുതി വെക്കും. അതേസമയം ഹാജോൺ ക്യാമ്പ് ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എസ്പെഷ്യലി ഹോണിനും വൂക്കിനും. ആ ഹോസ്പിറ്റലുള്ള ടീം ഡയറക്ടറിന്റെ റൂമിൽ എന്തോ റിച്വൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കെട്ടിത്തൂക്കിയ ബെൽസും ക്യാൻഡിൽസും ആയിട്ട്. പെട്ടെന്ന് ആ ക്യാൻഡിൽസ് എല്ലാം ആണ് എന്റെ ബെല്ലിൽ നിന്ന് വളരെ അഗ്രസീവ് ആയിട്ട് സൗണ്ട് ഉണ്ടാവും. ഇത് കേട്ടിട്ട് ആ റൂമിലുള്ള എല്ലാവരും പേടിച്ചിറങ്ങി ഓടും. പക്ഷെ അപ്പം നമുക്കൊരു സീക്രട്ട് മനസ്സിലാവും, ഇതെല്ലാം ജസ്റ്റ് സ്റ്റേജ്ഡ് ആയിരുന്നു. ഹാജോണും ഹോണും വൂക്കും കൂടെ കുറച്ചുകൂടെ വ്യൂസ് കിട്ടാനായിട്ട് അറിയാതെ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിലിട്ടൊക്കെ ആയിരുന്നു ഇതെല്ലാം. ഹാജോണിന് ഇനിയും വ്യൂസ് കൂട്ടാൻ വേണ്ടി ബാക്കിയുള്ള മെമ്പേഴ്സിനെ കുറച്ചുകൂടെ പേടിപ്പിക്കാൻ വേണ്ടി ഹോണിന്റെ അടുത്തും വൂക്കിന്റെ അടുത്തും ഓർഡർ ഇടുക. ബേസ് ക്യാമ്പിൽ ഹാജോന്റെ പുറകിലുള്ള ഗ്യാസ് തനിയെ ഓണായി. ആൻഡ് അവിടെയുള്ള ലൈറ്റ് തനിയെ മിന്നി തുടങ്ങി. ഹാജോൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അത് ഓഫ് ചെയ്ത് വീണ്ടും സ്ട്രീമിങ്ങിലോട്ട് പോയി. അടുത്ത സീനിൽ ഷാർലറ്റും ജീഹിനും കൂടെ തിരിച്ച് ലാബിലോട്ട് പോകും. ആ ലാബിൽ ആ പാവയുടെ പൂസം കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി. ബിക്കോസ് നേരത്തെ ഇരുന്ന പൂസിനെക്കാട്ടിലും ഇപ്പൊ പാവ മാറിയായിരുന്നു ഇരുന്നത്. മാത്രമല്ല ഈ പാവ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ആ ഫോട്ടോയിൽ കണ്ട വിയർഡായിട്ടുള്ള പേഷ്യന്റെ കൈ ഇരിക്കുന്ന പാവയായിരുന്നു. മാത്രമല്ല വൂക്ക് ആ പാവയെ പോയി എടുക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ഷാർലറ്റ് ശരിക്കും ഫ്രീക്ക് ഔട്ട് ആവുന്നുണ്ട്. ബിക്കോസ് ഷാർലറ്റ് പറയുന്നത് ഇതേപോലത്തെ കേസ്ഡ് ആയിട്ട് സ്ഥലത്ത് ഒന്നിനും തൊടരുത്, അങ്ങനെ തൊട്ട അവിടെ ഇരിക്കുന്ന എല്ലാവരും അത് ബാധിക്കുന്നു. ഷാർലറ്റ് അവിടെ കടന്ന് നല്ല രീതിക്ക് കരഞ്ഞിട്ട് വൂക്കിന്റെ അടുത്തും ഹോങ്ങിന്റെ അടുത്തും ഷൗട്ട് ചെയ്യും. ആൻഡ് ഇത്രയൊക്കെ ഹോറായിട്ടുള്ള സംഭവം കണ്ട് വ്യൂസ് 2 ലക്ഷത്തിൽ കൂടുതലായി. അടുത്ത സീനിൽ ഇവരുടെ ടീമിൽ തന്നെയുള്ള ആയോണും ജെയോണും കൂടെ റൂം നമ്പർ 402 തുറക്കാൻ പോയായിരുന്നു. ആൻഡ് ബാക്കിയുള്ള എല്ലാവരും ട്രീറ്റ്മെന്റ് റൂം ചെക്ക് ചെയ്യാൻ പോയേക്കുമായിരുന്നു. അവിടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ അലമാരികൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ എല്ലാം നടുക്ക് ഒരു ഹോളും ഉണ്ടായിരുന്നു. സോ വൂക്ക് ഈ അവസരം മുതലാക്കി ബാക്കിയുള്ളവരെ കുറച്ചുകൂടെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് ആ ഊട്ടയിലോട്ട് കൈയിട്ടു. എന്നിട്ട് ആരാണ് അവനെ വലിക്കുന്ന കൂട്ടത്ത് അവൻ അഭിനയിച്ച്. ഈ വൂക്ക് പറയുന്നത് ശരിയാണോ നോക്കാൻ വേണ്ടി ജീവനും ഒരു ഊട്ടയ്ക്കകത്ത് കൈയിട്ടും. ജീവൻ ആദ്യം വിചാരിക്കും വൂക്ക് പറയുന്നതെല്ലാം കള്ളവാന്നു. പക്ഷെ അപ്പൊ തന്നെ ജീവന്റെ കൈ ആരോ പിടിച്ചു വലിക്കും. എല്ലാവരും പാനിക്കായി ജീവന്റെ കൈ അതേ
അതിൽ നിന്ന് എടുക്കാൻ നോക്കും. ആൻഡ് ജീവന്റെ കയ്യിൽ അതിൽ നിന്ന് എടുത്തപ്പോൾ ജീവന്റെ കയ്യിൽ ആരോ മാന്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നും പോരാതെ ഷാർലറ്റിന്റെ കരുത്തെ കിടന്ന സ്കാർഫ് തനിയെ പറന്നു പോകും. ഇതൊക്കെ കണ്ടിട്ട് ആ ടീമിലുള്ള എല്ലാവരും ടെറിഫൈഡ് ആവും. അവരെല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ഹോണും വൂക്കും കൂടെ ഹാജോനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അറ്റ് ദ സെയിം ടൈം മേളിലത്തെ ഫ്ലോറിൽ ഇരിക്കുന്ന ആയോനും ജിയോനും കൂടെ ഇവർ അല കയറിയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. ബിക്കോസ് അവർക്ക് അറിയത്തില്ല ഇവിടെ എന്തോ നടക്കുന്നതെന്ന്. ഷാർലറ്റും ജിയോനും കൂടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി നേരത്തെ ഷാർലറ്റ് അവളുടെ പേര് മാർക്ക് ചെയ്ത സ്ഥലത്ത് പോയി. പക്ഷേ അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ട് ഷാർലറ്റും ജിയോനും ഞെട്ടിപ്പോയി. നേരത്തെ ഷാർലറ്റ് ലെറ്റ്സ് ലീവ് ഹിയർ എന്ന് എഴുതിയിരിക്കുന്നത് അത് മാറി ലെറ്റ്സ് ഡൈ ഹിയർ എന്നായി. അത് കണ്ടിട്ട് ഷാർലറ്റ് ഉറപ്പിച്ചു അവരെല്ലാവരും ഇവിടെ മരിക്കുന്നു. ബിക്കോസ് അവരെല്ലാം ഇപ്പൊ കേഴ്സ്ഡ് ആയേക്കുക. ഹാജോന്റെ അടുത്ത് ഹൂണും ബുക്കും പറയും ഇപ്പൊ സംഭവിച്ചതെല്ലാം ഒറിജിനലാന്ന്. ആ അലമാരിയും ആ പെണ്ണിന്റെ കൈ വന്ന സ്കാർസും ഒന്നും ഇവർ സെറ്റ് ചെയ്തതല്ല. ഹാജോൻ ആ സ്ട്രീം എല്ലാം ഒന്നുകൂടി ഇരുന്ന് കാണും. അപ്പൊ ഹാജോനും മനസ്സിലാവും നേരത്തെ ലെറ്റ്സ് ലീവ് എന്ന് എഴുതിയത് ഇപ്പൊ ലെറ്റ്സ് ഡൈ ആയിട്ടുണ്ടെന്ന്. ഹാജോൻ ഹോണിന്റെ അടുത്തും വൂക്കിന്റെ അടുത്തും കള്ളം പറയും ഇതെല്ലാം ജിയോന് അഭിനയിക്കുവാന്ന്. ബിക്കോസ് ഹാജോനും കുറച്ചുകൂടെ വ്യൂസ് വേണമായിരുന്നു. ഹാജോൻ അവരോട് നിർബന്ധിക്കുമായിരുന്നു റൂം നമ്പർ 402 തുറക്കാൻ. ബിക്കോസ് അവരുടെ വ്യൂസ് ഇപ്പൊ 3 ലക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. ബട്ട് ഹോണും ബുക്കും പേടിച്ച് ആ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയും. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ 6 പേരും ഡാർട്ടിന്റെ റൂമിൽ ഇരുന്നപ്പം ഇവരെ വേറൊരാൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ആ സ്ട്രീം എടുത്ത് നോക്കുമ്പോൾ ഇവർ 6 പേരും ഫ്രെയിമിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ സ്പിരിറ്റ്സ് ഇതെല്ലാം ചെയ്യുന്ന കൊടുത്തുണ്ടായിരുന്നു. ഹോണും ബുക്കും കൂടെ ഹാജോനുമായിട്ട് വീണ്ടും കണക്ട് ആവും. എന്നിട്ട് അവർ ഡിമാൻഡ് ചെയ്യും ഇപ്പം സ്ട്രീമിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാ മെമ്പേഴ്സിനും 20% കൊടുക്കണമെന്ന്. ഇപ്പൊ സ്ട്രീമിന്റെ വ്യൂസ് ഏകദേശം 7 ലക്ഷത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഹാജോൻ വേറെ വഴിയില്ലാതെ ഓക്കെ പറയും. എന്നിട്ട് ഹാജോൻ അവരുടെ അടുത്ത് പറയും റൂം 3 പോയി എക്സ്പ്ലോർ ചെയ്യാൻ. ഹോണും ബുക്കും കൂടെ റൂം 3 പോയപ്പോൾ ഒരു വീൽ ചെയർ തനിയെ നീങ്ങി അവരുടെ അടുത്തോട്ട് വന്നു. ഹാജോൻ എന്നിട്ട് അവരെ നിർബന്ധിക്കും അവരിതെല്ലാം റെക്കോർഡ് ചെയ്യാൻ. പെട്ടെന്ന് ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം ലെവിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് അതെല്ലാം ഹോണിന്റെ വൂക്കിന്റെ മണ്ടക്കോട്ട് വീണ് തുടങ്ങും. വൂക്കിന്റെ തലയിൽ എന്തോ വീണ് വൂക്കിന്റെ ബോധം പോയി. ഹോണിനെ അവിടെ നിന്ന് ആരോ വലിച്ചരച്ചോണ്ട് പോയി. ഹോൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടാൻ നോക്കിയപ്പം എന്തോ വന്ന് ഹോണിനെ തെള്ളിയിട്ടു. അങ്ങനെ ഹോണിന്റെ ബോധം പോയി. ഹോണും അവിടെ കിടപ്പിലായി. ആൻഡ് വൂക്കിനെ ആ റൂമിൽ തന്നെ ലോക്ക് ചെയ്യും. അതേസമയം ഷാർലറ്റും ജിയനും കൂടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവരുടെ ബേസ് ക്യാമ്പിലോട്ട് പോകുമായിരുന്നു. ബിക്കോസ് അവർക്കറിയാം ഇനി അവർ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെങ്കിൽ അവരെന്തായാലും മരിക്കുമെന്ന്. പക്ഷെ അവിടുത്തെ ഗോസ്റ്റ് ഇവർ വട്ടം കറക്കിക്കൊണ്ടിരിക്കും. ഇവർ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റുന്നില്ല. ഇവർ കറങ്ങി വന്ന് എപ്പോഴും എത്തുന്നത് നേരത്തെ അണ്ടർവെയർ കിട്ടിയ സ്ഥലത്തായിരുന്നു. മാത്രമല്ല നേരത്തെ ലാബിൽ കണ്ട ഡെഡ് ചിക്കനും മെഡിസിനും എല്ലാം അവർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ജീവന്റെ ദേഹത്ത് അവിടുത്തെ പ്രേതങ്ങൾ കയറി. അവൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെല്ലുമായിരുന്നു. അത് കേട്ടിട്ട് ഷാർലറ്റ് ലെവിറ്റേറ്റ് ആവും. എന്നിട്ട് അവൾ പെട്ടെന്ന് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ഷാർലറ്റിന് ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. സോ ഷാർലറ്റ് പെട്ടെന്ന് തന്നെ ചോടാൻ നോക്കും. പക്ഷെ ഷാർലറ്റ് ചെന്നെത്തുന്നത് റൂം നമ്പർ 402 ഷാർലറ്റ് നോക്കുമ്പോൾ ജീവന് അവിടെ ഒരു കോർണർ നിൽക്കുമായിരിക്കും. ആൻഡ് ജീവന്റെ കയ്യിൽ ആ ഡോളും ഉണ്ട്. ബട്ട് ജീവന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു നേക്കഡ് മാൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ നേക്കഡ് മാന് ആ ഡോളിന്റെ ഓണർ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ആ നേക്കഡ് മാന് ഷാർലറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവളെ ആ ഇരുട്ടിലോട്ട് വലിച്ചോണ്ട് പോകും. ഇപ്പോൾ ജീവന്റെ ഷാർലറ്റിന്റെ ഇവർ രണ്ടുപേരെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയും ബാക്കി 5 പേരോടുണ്ട് ജീവനോടെ. അപ്പൊ നമ്മുടെ ഹോണിന് ബോധം വരുവാണ്. ആയോനും ജിയോനും റൂം നമ്പർ 402 തുറക്കുന്നതിന് മുമ്പ് ഹോണ് ഓടി അവരുടെ അടുത്ത് ചെല്ലും. ഹോണ് അവരുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയും. ആദ്യം ഇവർ ചെയ്തതെല്ലാം പ്ലാൻഡ് ആണെങ്കിലും പിന്നെ നടന്നതെല്ലാം റിയൽ ആണെന്ന്. ഇതെല്ലാം കേട്ടിട്ട് അവർ രണ്ടുപേരും ശരിക്കും പേടിക്കും. ബട്ട് അപ്പോഴും ഹാജോണ് ആയോനെ വിളിച്ച് പറയും ആ റൂമിലോട്ട് കയറാൻ. ബിക്കോസ് ഇപ്പൊ അവർ 1 മില്യൺ അടിക്കാറായിരുന്നു. ഹാജോന് മനസ്സിലായിരുന്നു ഇനി എന്തായാലും അവരുടെ റൂമിൽ കയറാൻ പോകുന്നുള്ളത്. സോ ഹാജോൻ ക്യാമറയും ഡ്രോണും എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. മീൻ വൈൽ റൂം നമ്പർ 402 അടുത്തേക്കുന്ന ആൾക്കാർ അടുത്തോട്ട് ഒരു പിങ് പോങ് ബോൾ ഉരുണ്ടു വരുവാണ്. അപ്പൊ അവര് റൂം നമ്പർ 402 അകത്തുനിന്ന് ഷാർലറ്റിന്റെ അലർച്ച കേൾക്കും. ആൻഡ് അവരുടെ കയ്യിരിക്കുന്ന ഗോസ്റ്റ് റീഡിംഗ് മെഷീൻസ് എല്ലാം അലാറം അടിക്കാൻ തുടങ്ങും. എന്നിട്ട് റൂം നമ്പർ 402 പതിയെ തുറന്നു തുടങ്ങും. മീൻ വയർ ഹാജൻ ഹോസ്പിറ്റലിന്റെ വെളിയിൽ നിന്ന് ഡ്രോണും കൊണ്ട് ഹോസ്പിറ്റലിലെ റൂം എല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു റൂമില് ഹാജൻ പേടിപ്പെടുത്തുന്ന സംഭവം കണ്ടു. ആരോ സൂസൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ആയോണും ജിയോണും ഹോണും കൂടെ റൂം നമ്പർ 402 അകത്താവും. പക്ഷെ ആ റൂമിൽ നിന്ന് അവർക്ക് എസ്കേപ്പ് ആവാനായിട്ട് അവിടെ ഒരു ഡോറും ഇല്ലായിരുന്നു. ഫ്ലോറിലും സീലിങ്ങിലും എല്ലായിടത്തും വെള്ളമായിരുന്നു. പെട്ടെന്ന് നമ്മൾ എല്ലാവരുടെ മുഖത്ത് ആരുടെയോ കൈ വരുന്നതായിട്ട് കാണും. ആൻഡ് അവരുടെ കൈ ഇരിക്കുന്ന നൈറ്റ് വിഷൻ ക്യാമറ കൂടെ നമുക്ക് കാണാൻ പറ്റും. കോർണറിൽ ഒരു ലേഡിയുടെ കൂടെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്. ആൻഡ് പതിയെ ഓരോരുത്തരെ ആ ഗോസ്റ്റ് കൺട്രോൾ ചെയ്യും. എന്നിട്ട് അവരെ ഡാർക്ക്നെസ്സിലോട്ട് കൊണ്ടുപോകും. സോ അങ്ങനെ അവരുടെ ടീമിലെ ടോട്ടൽ 5 ആൾക്കാർ മരിച്ചു. ഇനി ആപ്പാട് ബാക്കിയുള്ള 2 ആൾക്കാരേ ഉള്ളൂ, ഹാജോണും വൂക്കും. പേടിച്ചോടിയ ഹാജോൺ ഒരു റൂമിലോട്ട് എത്തും. അവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഹോസ്പിറ്റൽ ഫുള്ളും ഒരു ലേഡിയുടെ സ്പിരിറ്റ് കടന്ന് കറങ്ങുന്നത്. നേരത്തെ ഹാജോൺ പറത്തിക്കൊണ്ടിരുന്ന ഡ്രോണ് അതിപ്പോഴും പറക്കുമായിരുന്നു. ആൻഡ് അതിന്റെ ക്യാമറ ഹാജോന്റെ ക്യാമറ ആയിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. ഹാജോൺ നിൽക്കുന്ന റൂം ഫുള്ള് ഡാർക്ക് ആയിരുന്നു. അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഹാജോൺ ആ ക്യാമറ കൂടെ നോക്കിയപ്പം ഹാജോനെ ഞെട്ടിക്കുന്ന സംഭവം കണ്ടു. ഹാജോന്റെ അടുത്ത് ഒരു ലേഡി വന്നിരിക്കുന്നത്. ആൻഡ് ഹാജോൺ ആ ക്യാമറ സൂം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ലേഡി ഹാജോന്റെ അടുത്തടുത്ത് വരുമായിരുന്നു. ആൻഡ് ഫൈനലി അത് ഹാജോനെ കൊണ്ടുപോയി. ആൻഡ് ഇപ്പോൾ ഇവർ 7 പേരിലെ 6 പേരും മരിച്ചു. ആൻഡ് ഹോണ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജീവനോടെ. ഹോണിന് ബോധം വന്നപ്പം അവനെ അവർ 4th ഫ്ലോറിൽ ഒരു വീൽ ചെയർ കെട്ടിയിട്ടേക്കുമായിരുന്നു.
പെട്ടെന്ന് അവർ ഹോണിനെയും റൂം നമ്പർ 402 കൊണ്ടുപോയി. ആൻഡ് അങ്ങനെ അവനും മരിച്ചു. അങ്ങനെ അവരേഴുപേരും മരിച്ചു. ഇപ്പം അവർ ഹോസ്പിറ്റൽ ഫുള്ളും കാണിക്കും. ആൻഡ് തുടക്കത്തിൽ ഷാർലറ്റ് കൊണ്ടുവച്ച ഹോളി വാട്ടർ തിളയ്ക്കാൻ തുടങ്ങും, ബിക്കോസ് അവിടെ പ്രേതം ഉണ്ടായിരുന്നു. ഇനി അവർ ഹാജോന്റെ ലൈവ് സ്ട്രീം കാണിക്കുമായിരുന്നു. അത് ഓൾറെഡി എൻഡായി ആൻഡ് വ്യൂസ് എല്ലാം ഡ്രോപ്പ് ആയി. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ലൈവ് സ്ട്രീമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഗോസ്റ്റിന്റെ വാൾപേപ്പറിലെ ലേഡി തനിയെ എണ്ണിച്ചു തുടങ്ങിയെന്ന്. ആൻഡ് സ്ട്രീമിന്റെ കമന്റിൽ എല്ലാവരും വന്ന് പറയുന്നു ഇവരെല്ലാം ഫേക്ക് ആണ്. ആൻഡ് അങ്ങനെ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് അവരുടെ മേളിൽ ഫേക്ക് ആണെന്നുള്ള ടാഗും വീണു. ആൻഡ് അങ്ങനെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. സോ ഗീസ്, അത്ര ഉള്ളായിരുന്നു ഗോഞ്ചം ഹോണ്ടർ അസൈലത്തിന്റെ മലയാള എക്സ്പ്ലനേഷൻ. ഐ ഹോപ്പ് യു ഗീസ് ലൈക്ക് ഇറ്റ്. ഈ മൂവി പേഴ്സണലി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒറ്റ ക്വസ്റ്റ്യൻ, ആ ഡയറക്ടറിനും പേഷ്യൻസിനും എന്ത് പറ്റി എന്നുള്ളത്.